കാവ്യ പ്രശാന്തയുടെ ഓരോ പെണ്ണിൽ കൂടെ കേൾക്കാം. എല്ലാവരും കേറില്ല, എല്ലാവരും മാറിക്കോളൂ, എല്ലാവരും കണ്ടോട്ടെ കൂടെ. ഞാൻ തീയന്തുരുത്തി കുമ്പളപ്പറമ്പിൽ കുഞ്ഞിക്കേര് വൈദ്യർ മകൻ കറുപ്പൻ മകൻ TK മോഹനൻ. ഇതാണ് വീട്. ഇത് എൻ്റെ അനിയത്തി ഡോക്ടർ TK തങ്കം റിട്ടയർഡ്. ഇത് ജിതേഷ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അനിയത്തിയുടെ മകൻ. ഇത് എൻ്റെ ഭാര്യ പ്രമീള. ഇത് എൻ്റെ മകള് സുനിത TK. ഇത് എൻ്റെ അനിയത്തിയുടെ മകൻ പ്രശാന്തിന്റെ ഭാര്യ സൗമ്യ. ഇത് എൻ്റെ അനിയത്തിയുടെ മകന്റെ ഭാര്യ ഡോക്ടർ ദിവ്യ. ഇത് എൻ്റെ അനിയന്റെ മകൾ ശരണ്യ. രണ്ട് കുട്ടികളുടെ മാതാവാണ്. ഈ ശരണ്യയുടെ മൂത്ത മകൻ അപ്പൂസ്, ശരണ്യയുടെ രണ്ടാമത്തെ മകൻ. ഇത് ജിതേഷിന്റെ മൂത്ത മകനും മൂത്ത മകളും. ഇത് എന്റെ മകളുടെ ഭർത്താവ് സജിത്ത്, മകളുടെ മൂത്ത മകൾ സ്മൃതി. ഇത് എന്റെ മൂത്ത മകളുടെ രണ്ടാമത്തെ മകൾ സ്വാതി. കിച്ചു പറഞ്ഞില്ല. അനിയത്തിന്റെ മകന്റെ മകൾ കിച്ചു കൃഷ്ണകുമാർ. എന്താണ് പേര്? നിവേദ്. അടുത്തത് ഇത് എൻ്റെ അനുജൻ വിദേശി, കുറെ വർഷങ്ങളായി വിദേശം മാത്രമായി കഴിഞ്ഞിരിക്കുന്ന അനുജൻ TK ശ്രീധരൻ. ഇത് അത് പറഞ്ഞോളാം. ഇത് എൻ്റെ അനുജന്റെ ഭാര്യ സരസ്വതി. ഇനി വേറെ ആരെങ്കിലില്ല. പിന്നെ ആ മുമ്പിലിരിക്കുന്നത് എൻ്റെ മകൻ സുനിൽ ചന്ദ്രൻ TK. ഒരു 10 വർഷത്തോളമായി ഒരു അപകടത്തെ പറ്റി നടക്കാൻ മാർഗമില്ലാതിരിക്കുകയാണ്. നടക്കും ഇന്നല്ലെങ്കിൽ നാളെ. പിന്നെ അമ്പാള് കുടുംബ അംഗങ്ങളുടെ സംസാരമാണ് ഞാൻ ഈ വേദിയിലേക്ക് കയറി വരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പരിചയപ്പെടുത്തൽ. അതിനുശേഷം 10-14 വർഷമായി കാക്കി കുപ്പായമിടുന്ന പ്രകാശന്റെ പേര് കാക്കി കുപ്പായമിടുന്ന പ്രകാശന്റെ നമ്മോടുള്ള അപേക്ഷ അല്ലെങ്കിൽ ആവശ്യം, ഈ ഇരിങ്ങാലക്കുടയിലും പരിസര കൊടുങ്ങല്ലൂരിൽ നിന്നും മറ്റും വന്നിരുന്ന അരുണം മാഷ്, ജൈത്രനും മഞ്ജുള ചേച്ചിയും സുശീലിനുമൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരം തീയന്തിരുത്തി എന്നും കുമ്പളപ്പറമ്പ് എന്നും തീയന്തിരുത്തി കുമ്പളപ്പറമ്പ് പറഞ്ഞും എന്ന് അറിയപ്പെടുന്ന നമ്മളുടെ ഓരോ അംഗങ്ങളും വിദ്യ കൊണ്ട് സമ്പന്നരാവണം. അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യത്തിലും തീയന്തിരുത്തി കുമ്പളപ്പറമ്പുകാരുടെ ഒരു കാര്യം വന്നാൽ ആ ആയിരങ്ങളുണ്ടെങ്കിൽ ആ ആയിരങ്ങളും ഒരു ശബ്ദമാണ്, ഒരു കൈയാണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട സ്വഭാവം ഉണ്ടാവണം. നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, സത്തു തർക്കമുണ്ടാവാം, മറ്റു കുടുംബ കലഹങ്ങൾ ഉണ്ടാവാം, സാമ്പത്തികമായ താഴെയും മേലെയും ഉണ്ടാവാം, വിദ്യാഭ്യാസത്തിന് നേരെയും മേലെ ഉണ്ടാവും. പക്ഷേ കുടുംബങ്ങൾ ഒത്തുകൂടുന്ന വേദിയിൽ അവിടെ യാതൊരു വ്യത്യാസവുമില്ല. ഒരേ ശബ്ദം, ഒരേ മെയ്യ്, ഒരേ മനസ്സ്. ഇതായിരിക്കണം ഈ സംഗമത്തിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി നാളെ പോരാടണം. ആ പോരാട്ടം എന്റെ ബഹുമാനായ പ്രസിഡന്റ്, എന്റെ കാരണവരുടെ മകൻ സുന്ദറിനോട് എനിക്ക് പറയാനുള്ളത്, സോമസുന്ദരൻ എന്ന് പറയാം, സുന്ദറിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിന് സാരഥ്യം ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായി ഈ സംഗമം ഈ നിമിഷം വരെ കൊണ്ട് നടത്തി. ഇനി കൊണ്ടു നടക്കാനുള്ളത് ഈ കുടുംബാംഗങ്ങളുടെ ഓരോ അംഗത്തിന്റെയും ആവശ്യങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അവരുടെ കണ്ണീരൊപ്പുകയും അവർ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന പ്രവർത്തനം നിങ്ങളുടെ അർപ്പിതമാണ്.
എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, കുടുംബ കലഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞാൽ, അറിഞ്ഞാൽ ഉടനെ ഏത് രൂപത്തിൽ നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. അത് നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ അവശയായി കിടക്കുന്ന ഒരാൾക്ക് സാമ്പത്തികമായി നമ്മൾ സഹായിച്ചാൽ ആ കുടുംബത്തെയും അയാളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അവരെ സഹായിക്കാൻ സംവിധാനം ഉണ്ടാവണം. അതുപോലെ തന്നെ പഠിക്കാൻ കഴിവുള്ള കുട്ടിക്ക് പഠിപ്പിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് പഠിപ്പിക്കാൻ സാധിക്കാത്ത രക്ഷിതാക്കള്, കണ്ണീരൊളിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. ആ കണ്ണീരൊളിരിക്കുന്ന രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഇതാ 1000 രൂപ കുടുംബയോഗത്തിന്റെ വക എന്ത് കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്ഥിതിവിശേഷം നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കുടുംബാംഗം മരണപ്പെട്ടു എന്നറിഞ്ഞാൽ ആ നിമിഷം മുതൽ കുടുംബയോഗത്തിന്റെ ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ ആ കുടുംബ വീട്ടിലെത്തിക്കൊണ്ട് ആ മരണാനന്തര എല്ലാ ക്രിയകൾക്കും ഉത്തരവാദിത്വം കുടുംബത്തെ യോഗത്തിന്റെ ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഓരോ കാര്യങ്ങളിലും അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഉച്ചിട്ടാൽ ചലിക്കുന്ന യന്ത്രമായി കുടുംബയോഗത്തിലെ പ്രവർത്തകന്മാർ മാറണം. ഇപ്പോൾ കുടുംബ സംഗമ സമിതിയിൽ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 10 or 20 ആളുകളെ ഉള്ളൂ. നമുക്ക് മദിരാശിയിലുണ്ട്, വിദേശ രാജ്യ മലേഷ്യയിലുണ്ട്, മദിരാശിയിലുണ്ട്, ഇരിങ്ങാലക്കുടുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, മലപ്പുറം ജില്ലയിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിലുണ്ട്. ഈ പ്രദേശങ്ങൾ അതുപോലെ കോട്ടയത്തുമുണ്ട്, ശീബയെടുക്ക്. ഈ വിവിധ പ്രദേശങ്ങളില് ഓരോ 1 or 2 ആളുകൾ ഈ സംഘടിപ്പിക്കാൻ താല്പര്യവും അതിന് കഴിവുമുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് നമ്മുടെ സംഘടന, നമ്മുടെ കുടുംബയോഗത്തിന്റെ സമിതി അതിൻ്റെതായ അർത്ഥത്തിൽ എത്തിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മളൊക്കെ, ഞാൻ കർക്കശക്കാരനാണ്. എന്റെ പ്രസിഡന്റിനോടും സംഗമ സമിതി പ്രസിഡന്റിനോടും പലപ്പോഴും തട്ടിക്കറിയിരിക്കുന്ന രക്ഷാധികാരി രാമേന്ദ്രനോടും ഇതുപോലെ എന്റെ പ്രവർത്തകന്മാരെ ഹരി, ജിജില്, ജിതു, ബാബു, സന്തോഷ് തുടങ്ങിയ എല്ലാ വിഭാഗത്തോടും തല്ലല്ലാത്തൊക്കെ കഴിച്ചിരിക്കുന്നു. അതാ മോഹനം ലക്ഷ്യം വരുന്നു, ഒരു ഭീകര ജീവി വരുന്നു എന്ന കാഴ്ചപ്പാടോടുകൂടി ഓരോരുത്തരും ഉണ്ടായിരുന്നു. ഇത് ഞാൻ എന്തുകൊണ്ട് കാണിച്ചു എന്ന് പറഞ്ഞാൽ, കാണുന്ന കാര്യത്തിന് കർക്കശമായ ശബ്ദത്തിൽ അവരെ ബോധ്യപ്പെടുത്തിയാലേ അവർ തിരുത്തുകയുള്ളൂ. മറിച്ച് ചക്കരയിലേക്ക് മോനെ മോളെ എന്ന് പറഞ്ഞാൽ ഈ ചെവിയിൽ കൂടെ വിട്ട് മറു ചെവിയിലേക്ക് വിടും. അതുകൊണ്ടാണ് എന്റെ അനുജന്മാരായ ആളുകളെ, കാരണന്മാരായ കുഞ്ഞുകുട്ടേട്ടനും കൃഷ്ണേട്ടനും അപ്പേട്ടനും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് അനുജന്മാരും മക്കളെയും സഹോദരിമാരെ, നിങ്ങള് എന്ത് തന്നെ ആയാലും ആ കർക്കശം പുറമേക്കേ കർക്കശമുള്ളൂ, ഇത് ആളുള്ളിൽ മറ്റണം. അതുകൊണ്ട് ആ അർത്ഥത്തിലെടുത്തിട്ട് മുന്നോട്ട് പോകണം, ഇത് വിജയിപ്പിക്കണം. ഇത് ഇന്നിപ്പോ വലിയാർപ്പുള്ള കുഞ്ഞന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അല്ല മോനേട്ടാ, നാളെ നമ്മൾ ഇരിങ്ങാലക്കുടയ്ക്ക് പോണില്ലേ? ഞാനും എന്റെ ഭർത്താവും ഉണ്ട്. ഈ ആവശ്യം വന്നത് എന്തുകൊണ്ടാ? ആ മഞ്ജുളയുടെയും അരുണന്റെയും ചൈത്രയുടെയും സുശീലന്റെയും വാക്കുകൾ ഇതുപോലെ ആയിരിക്കണം. നാളെ തീയന്തിരുത്തി അല്ലെങ്കിൽ കുമ്പളപ്പറമ്പ്, അല്ലെങ്കിൽ തീയന്തിരുത്തി കുമ്പളപ്പറമ്പ് എന്ന ഓരോ കുടുംബാംഗത്തിന്റെയും പ്രദേശത്ത് അല്ലെങ്കിൽ അവന്റെ വീട്ടില് ഒരു കാര്യമുണ്ടായാൽ അതാ രാമേന്ദ്ര പൂവല്ലേ, ശ്രീധര അങ്ങേ പൂവല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. കുഞ്ഞുമോളെ, നിനക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. എന്റെ അമ്മായിയുടെ മൂത്ത മോള് അത് ആ മനസ്സുണ്ടാവണം. എപ്പോഴേ നമ്മളായി മാറുകയുള്ളൂ. ആ നമ്മളായി മാറാൻ മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വയ്യാതിരിക്കുന്ന തോട്ടത്തിലെ ചെറിയമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. എന്തായാലും കുടുംബയോഗത്തിന്റെ ആ ഭദ്രദീപം കൊളുത്തല് 4 അമ്മമാരും ഞങ്ങളുടെയൊക്കെ അമ്മമാരും ഒരു മൂത്തച്ചി താത്തയും ആയിട്ട് ചെയ്തപ്പോ അതൊരു വലിയ സംഭവമായി. അത് കഴിഞ്ഞിട്ട് ആ കുട്ടികളെ പ്രാർത്ഥന, വാരേട്ടൻ പറഞ്ഞ മാതിരി തെറ്റുണ്ടെങ്കിൽ തന്നെ ആ കുട്ടികളെ മനസ്സുകൊണ്ട് ആ പ്രാർത്ഥന അത് നമ്മളൊക്കെ ഉൾക്കൊണ്ടു. ആ തെറ്റുകൾ നമ്മൾ തിരുത്തണം. അത് അവർ തിരുത്താനുള്ള കാര്യം കൂടിയാണ് ബാലേട്ടൻ കഴിച്ചത്. ബാലേട്ടൻ എന്ന് പറഞ്ഞ് വളരെ ചെറുപ്പത്തിൽ നാട് വിട്ടുപോയി, ജീവിക്കാൻ വേണ്ടി നാട് വിട്ടുപോയിട്ട് ഈ ഉന്നതമായ സ്ഥാനത്ത് സാമ്പത്തിക നിലവാരത്തിലെത്തി. SNDP പ്രവർത്തനത്തിലൂടെ സംസാരിക്കാൻ ആളുകളായിട്ട് ബന്ധമുണ്ടാക്കി. അതുപോലെ
കയ്യിലില്ലാത്ത ഗതിയില്ലാത്ത ഷാജിയും മോഹനനും രാമേന്ദ്രനും ശ്രീധരനും ഒക്കെ ഇതുപോലെ മുന്നോട്ട് നീങ്ങിയിട്ട് എന്ത് മാർഗത്തിൽ തടസ്സങ്ങളുണ്ടായാലും തട്ടി നീക്കാനുള്ള കരുത്ത് ചങ്കൂറ്റം നമുക്കുണ്ട്. നമ്മുടെ പൂർവികന്മാർ മൺമറഞ്ഞു പോയ എന്റെ ദൈവമായി കാണുന്ന ഞാൻ കുഞ്ഞിക്കേല് വൈദ്യര് സാക്ഷി നിർത്തി പറയുന്നു. ആ കുഞ്ഞിക്കേല് വൈദ്യരെയും അതുപോലെയുള്ള മുത്തച്ഛന്മാരുടെയും അനുഗ്രഹാശിസുകളോടുകൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. നന്ദി മോഹനക്കുട്ടിച്ചൻ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ വെച്ചു. മോഹനക്കുട്ടിച്ചന്റെ ആ റഫായിട്ടുള്ള പെരുമാറ്റം ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിൽ യാതൊരു